ഒരു പാർട്ടി മടുക്കുമ്പോൾ അടുത്ത പാർട്ടിയിലേക്ക് ചാടുന്നതും അതേ തുടർന്ന് അരങ്ങേറുന്ന നാടകീയ രംഗങ്ങളും ഇതിനു മുമ്പും പലതവണ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇത്രനാളും കുറ്റം പറഞ്ഞ എതിർ പാർട്ടിയിൽ ചേർന്ന് മത്സരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നേതാക്കളെയാണ് കുറച്ചു കാലങ്ങളായി കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. എതിർ പാർട്ടിയുടെ കീഴിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം വഹിക്കുന്നവരും വിമതനായി മത്സരിക്കുന്നവരും റിബൽ സ്ഥാനാർത്ഥികളുമായി ഒരു നീണ്ട നിര തന്നെ കേരളത്തിൽ നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകാറുണ്ട്. ഇത്തവണയും അതിനൊന്നും യാതൊരു കുറവും വന്നിട്ടില്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ പാർട്ടി മാറ്റത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായ നേതാക്കളിൽ ഒരാളാണ് ഐഷ പോറ്റി. ഐഷ പോറ്റി വർഷങ്ങളോളം ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയ നേതാവായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ കൂറുമാറ്റം പാർട്ടിയെയും ജനങ്ങളെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഇതേ ചൊല്ലി പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും തളർന്നു പോകാതെയാണ് ഐഷ പോറ്റി ഇനി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കരീപ്ര പഞ്ചായത്തിൽ നടന്ന ഒരു സംഭവം എടുത്തു നോക്കിയാൽ അവിടെ സ്വീകരണ പരിപാടിയിൽ ഐഷ പോറ്റി എത്തിയപ്പോൾ CPM പ്രവർത്തകർ അവർക്കു നേരെ അസഭ്യം പറയുകയും വാഹനം തടയാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത്. വഞ്ചന കാട്ടിയതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ അവർക്ക് നേരെ തിരിഞ്ഞത്. CPM പറയുന്നത് ഐഷ പോറ്റി വഞ്ചന കാട്ടിയതായാണ്. എന്നാൽ ഐഷ പോറ്റി പാർട്ടി വിട്ടത് നല്ല തീരുമാനമാണെന്ന് മുൻ CPM നേതാവ് G സുധാകരനും പറഞ്ഞിട്ടുള്ളതും ഈ അവസരത്തിൽ ഓർക്കാതെ വയ്യ. എന്തായാലും ഇന്ന് ഈ രണ്ടുപേരും ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ല എന്നതാണ് സത്യം. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടിയാണ് അവർ മറുകണ്ഠം ചാടിയതെന്നുമുള്ള വിമർശനങ്ങൾക്കാണ് അതൊക്കെ വഴിയൊരുക്കിയത്. എന്നാലും ഇതുകൊണ്ടൊന്നും വിമർശനങ്ങൾ തീരുന്നില്ല. അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നവർ വിചാരിച്ചാലൊന്നും ഇടതുപക്ഷത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ പ്രതികരിച്ചതും. പിണറായി വിജയന്റെ ഈ പ്രതികരണത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഐഷ പോറ്റിയുടെ കൂറുമാറൽ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണെന്നതാണ് വ്യക്തമാവുന്നത്. എന്നാൽ ഐഷ പോറ്റിക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. തനിക്ക് വേണ്ട പിന്തുണ പാർട്ടിയുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ലെന്ന രീതിയിലാണ് ഐഷ പോറ്റി പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയിൽ നിന്നും കടുത്ത അവഗണനയും ഒതുക്കലുമായിരുന്നെന്നും അതുമൂലമാണ് താൻ പാർട്ടി വിടുന്നതെന്നുമായിരുന്നു ഐഷ പോറ്റി വിഷയത്തിൽ പ്രതികരിച്ചത്. ഇതിനെ തുടർന്നാണ് ഐഷ പോറ്റി UDFൽ ചേർന്നതും UDFന്റെ ബാനറിൽ നിന്നുകൊണ്ട് കൊട്ടാരക്കരയിൽ ജനവിധി തേടുന്നതും. 3 തവണ കൊട്ടാരക്കര MLA സ്ഥാനം വഹിച്ച നേതാവാണ് ഐഷ പോറ്റി. എന്നാൽ അതേ മണ്ഡലത്തിൽ തന്നെയാണ് ഇവർ ഇനിയും മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ മത്സരിക്കുന്നത് CPM സ്ഥാനാർത്ഥിയായല്ല, മറിച്ച് UDFന്റെ സ്ഥാനാർത്ഥിയായാണ് എന്ന മാറ്റം മാത്രമാണുള്ളത്. എന്നാൽ ജനങ്ങൾ ഈ മാറ്റത്തെ എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നതെന്നതും വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. എന്തു തന്നെ ആയാലും ഐഷ പോറ്റി ഇത്തവണ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കി UDFന്റെ ബാനറിൽ തിളങ്ങുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ഇനി നാളത്തെ കലാശക്കൊട്ടും കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങളാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഐഷ പോറ്റിയുടെ വിജയവും പരാജയവും ഇനി ജനങ്ങളുടെ തീരുമാനം ആവുമെന്നതാണ് സത്യം. കൂറുമാറലും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ ഐഷ പോറ്റിയിലുള്ള ജനങ്ങളുടെ പിന്തുണയിലും ആത്മവിശ്വാസത്തിലും വിള്ളലുകൾ വന്നിട്ടുണ്ടോ എന്നതും ഇനി തിരഞ്ഞെടുപ്പ് ഫലം പറയും. എന്തു തന്നെ ആയാലും കാത്തിരുന്ന് കാണാം.